സർപ്പബുദ്ധിയുള്ള രാജ്ഞി എന്നാണ് കാതറിൻ ഡി മെഡിച്ചി അറിയപ്പെടുന്നത്. ദ സെർപ്പന്റ് ക്വീൻ. ഇറ്റലിയിലെ ഫ്ലോറൻസിലെ സമ്പന്നരായ മെഡിച്ചി കുടുംബത്തിൽ ജനിച്ചു. പക്ഷേ ചെറിയ പ്രായത്തിലെ അനാഥയായി. ശേഷം ഫ്രാൻസ് രാജകുമാരനെ വിവാഹം ചെയ്താണ് 16-ാം നൂറ്റാണ്ടിന്റെ ഫ്രഞ്ച് രാജ്ഞിയായി കാതറിൻ മാറുന്നത്. രാഷ്ട്രീയ കുതികാൽ വെപ്പുകളിൽ തന്റെ വിവേകത്തിനും കൗശലത്തിനും പ്രശസ്തയാണവർ. തന്റെ മക്കൾ രാജാവായിരിക്കുമ്പോഴാണ് അവരുടെ സ്വാധീനം രാജ്യകാര്യങ്ങളിൽ തുടങ്ങുന്നത്. കത്തോലിക്കരും പ്രൊട്ടസ്റ്റന്റ്സും തമ്മിലുള്ള കലഹത്താൽ കലുഷിതമായിരുന്നു ഭരണകാലം. ഇതിനിടയിൽ സ്റ്റെബിലിറ്റി നിലനിർത്താൻ ഫ്രാൻസ് കഷ്ടപ്പെടുന്ന കാലം. കലയെയും സാഹിത്യത്തെയും ഒക്കെ നന്നായി പ്രോത്സാഹിപ്പിച്ച കാതറിൻ ഊർമ്മ ബുദ്ധിയോടെയാണ് ഫ്രഞ്ച് രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്തത്. ഒന്നിനു പുറകെ ഒന്നായി തന്റെ 2 മക്കളും മരിച്ചപ്പോൾ 3ാമത്തെ മകനെ അവർ രാജാവാക്കി. ഈ കാലത്തൊക്കെ രാഷ്ട്രീയ തീരുമാനങ്ങളിൽ, അത് വിപ്ലവങ്ങൾ അടിച്ചമർത്താനാണെങ്കിലും വിദേശ നയം തീരുമാനിക്കാനാണെങ്കിലും അവരുടെ സ്വാധീനം ചെറുതൊന്നുമല്ലായിരുന്നു. 16-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും കരുത്തുറ്റ, സ്വാധീനം ചെലുത്തിയ വനിത അല്ലെങ്കിൽ രാജ്ഞി ഒക്കെയാണവർ. സെന്റ് ബാർത്തലോമ്യൂസ് ഡേ 1572 ആ ദിവസത്തിൽ നടന്ന മതകലാപം, അതാണ് കാതറിന്റെ ചരിത്രത്തിലെ ഒരു കറുത്ത ഏടായി പറയപ്പെടുന്നത്. ഇത് തന്റെ ശത്രുക്കളെ ഇല്ലാതാക്കാൻ അവർ മനഃപൂർവ്വം നടത്തിയ ഗൂഢാലോചനകളുടെ ഫലമാണെന്ന് ഒരു വിഭാഗം വിശ്വസിക്കുന്നു. എന്തായാലും നേരിട്ട് രാജാവിന്റെ ഭാര്യയ്ക്കോ അമ്മയ്ക്കോ ഒരു അധികാരവും ഇല്ലാത്ത കാലമായിരുന്നു അത്. പ്രമുഖ കുടുംബങ്ങൾ രാഷ്ട്രീയം കൈയാളുന്ന സമയത്ത് തന്റെ സ്വാധീനം ഫ്രഞ്ച് രാഷ്ട്രീയത്തിൽ ചെലുത്താൻ മാത്രം സ്വാധീന ശക്തിയുള്ള തന്ത്രശാലിയായ സ്ത്രീയായി അവർ ഇന്നും അറിയപ്പെടുന്നു.